ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. അരുണാചൽ പ്രദേശിന്മേലുള്ള ചൈനയുടെ അവകാശവാദം യുക്തിരഹിതമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർശന പരിശോധന നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരം. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും കിങ്സ് 11 പഞ്ചാബിനും ജയം. ഇന്നും 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോക ക്ഷയരോഗ ദിന സന്ദേശത്തിലാണ് രാഷ്ട്രപതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിനാചരണം രോഗം നിയന്ത്രിക്കുന്നതിലെ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുമെന്നും അത് തടയാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. രോഗം നേരത്തെ കണ്ടെത്തുന്നത് പ്രധാനമാണെന്നും ചികിത്സ തേടേണ്ടത് അനിവാര്യമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും രോഗപ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം. അതെ, നമുക്ക് ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യാനാകും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നിരവധി ഫലപ്രദമായ കണ്ടെത്തലുകൾ നിലവിലുണ്ടെങ്കിലും രോഗത്തെ പൂർണ്ണമായും തുടച്ചുമാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. ലോകമെങ്ങും ഇപ്പോഴും രോഗപ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂരിൽ. അരുണാചൽ പ്രദേശിന്മേലുള്ള ചൈനയുടെ അവകാശവാദം യുക്തിരഹിതമാണെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സിംഗപ്പൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൌത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് സുവ്യക്തവും സുസ്ഥിരവുമാണെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സന്ദർശനത്തിന്റെ ഭാഗമായി സിംഗപ്പൂരിലെ കോർപ്പറേറ്റ് നേതാക്കളുമായി ശ്രീ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ഇന്ത്യയുടെ വളർച്ചയെ സംബന്ധിച്ച് അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ തീപിടുത്തം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ദുരന്ത നിവാരണ അതോറിറ്റിയും. വേനൽക്കാലത്ത് ആശുപത്രികളിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. ആരോഗ്യ വകുപ്പുകളുടെയും ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും കൂട്ടായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരുകൾ ആശുപത്രികളിൽ സമഗ്രമായ പരിശോധനകൾ നടത്താൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, വിവിധ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം എടുക്കാനാണ് യോഗം ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ്. 12 ഇടങ്ങളിലെ 46 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. വാരാണസിയിൽ NDA സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് മത്സരിക്കും. മധ്യപ്രദേശിലെ രാജ്കട്ടിൽ ദിഗ്വിജയ് സിംഗ് മത്സരിക്കും. കാർത്തി ചിദംബരം തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് തന്നെ ജനവിധി തേടും. ഡാനിഷ് അലി UPയിലെ അംറോഹിയിൽ നിന്ന് ജനവിധി തേടും. ഇതോടൊപ്പം സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 18 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയും കോൺഗ്രസ് പുറത്തിറക്കി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് 18നും 19നും ഇടയിൽ പ്രായമുള്ള 1,80,00,000 കന്നി വോട്ടർമാരുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ ഏകദേശം 19,74,00,000 വോട്ടർമാർ 20നും 29നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. യുവ വോട്ടർമാരെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളിൽ ഐ വോട്ട് ഫോർ ഷുവർ പോലുള്ള ക്യാമ്പയിനുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നതിനായി സച്ചിൻ തെണ്ടുൽക്കർ, രാജ്കുമാർ റാവു തുടങ്ങിയ ദേശീയ പ്രതിഭകളുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് നാളെ വരെ പേര് ചേർക്കാം. അപേക്ഷ നൽകിയവർ വീണ്ടും നൽകേണ്ടതില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിൽ അനധികൃത പണമിടപാട് കർശനമായി നിരീക്ഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ജില്ലാ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി എറണാകുളത്ത് ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകളിലെയും സംശയകരമായ ഇടപാടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കും. അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും ജില്ലാ അതിർത്തികളിലും കർശന പരിശോധന നടത്തും. കുട്ടികളെ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കരുത്. ചാനലുകളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടികൾക്ക് നിർബന്ധമായും മുൻകൂർ അനുമതി വാങ്ങണമെന്നും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകൾ ഉപയോഗപ്പെടുത്തും. തെരഞ്ഞെടുപ്പിന് വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വോട്ടർമാർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള സ്വീപ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് റോബോട്ടുകൾ ഉപയോഗപ്പെടുത്തുക. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ കൊച്ചിയിൽ നിർവഹിച്ചു. കേരളത്തിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. കരുത്തരായ സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറക്കിക്കൊണ്ട് എല്ലാ മുന്നണികളും വാശിയേറിയ പ്രചരണമാണ് നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP സംസ്ഥാനത്ത് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കും. എറണാകുളത്ത് ചേർന്ന NCP സംസ്ഥാന കമ്മിറ്റിയാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലകളുമേന്തിയാണ് വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുക്കർമ്മങ്ങളും നടക്കുന്നു. ശബരിമല ആറാട്ട് നാളെ. ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് പമ്പയിൽ നടക്കും. ശരംകുത്തി, മരക്കൂട്ടം, ശബരിപീഠം, അപ്പാച്ചിമേട്, നീലിമല വഴി പരമ്പരാഗത പാതയിലൂടെയാണ് ആറാട്ട് ഘോഷയാത്ര നീങ്ങുക. അതിനിടെ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പമ്പയിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയുടെ കസ്റ്റഡി കാലാവധി ചൊവ്വാഴ്ച വരെ നീട്ടി. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. ചൊവ്വാഴ്ച രാവിലെ കവിതയെ ഹാജരാക്കണമെന്ന് അന്വേഷണ ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. റഷ്യയിൽ ക്രോക്കസ് സിറ്റി ഹാളിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 133 പ്രദേശത്ത് തിരച്ചിൽ നടക്കുകയാണ്. അക്രമത്തിൽ 147 പേർക്ക് പരിക്കേറ്റതായാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ റഷ്യ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട് 11 പേരെ അറസ്റ്റ് ചെയ്തതായി റഷ്യ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ഏറ്റെടുത്തെങ്കിലും അക്രമികൾക്ക് യുക്രൈനുമായി ബന്ധമുണ്ടെന്നും റഷ്യൻ സുരക്ഷാ സംഘം അവകാശപ്പെട്ടു. എന്നാൽ ആരോപണങ്ങൾ അസംബന്ധമാണെന്ന് യുക്രൈൻ പ്രതികരിച്ചു. ഭൌമ മണിക്കൂർ ആചരിച്ച ലോകം. ഇന്നലെ രാത്രി 8:30-നും 9:30-നും ഇടയിലെ ആചരണത്തിലൂടെ ഡൽഹി 206 മെഗാവാട്ട് വൈദ്യുതി ലാഭിച്ചു. മുംബൈ, ലോസ് ഏഞ്ചൽസ്, ലണ്ടൻ, ഹോങ്കോങ്, സിഡ്നി, റോം, മനില, സിംഗപ്പൂർ, ദുബായ് എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള നഗരങ്ങളിലെ 1 ബില്യണിലധികം ആളുകളാണ് ഉദ്യമത്തിന്റെ ഭാഗമായത്. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുറത്തായി. സ്വിറ്റ്സർലൻഡിലെ ബേസിലിൽ 1 മണിക്കൂർ 5 മിനിറ്റ് നീണ്ടുനിന്ന മത്സരത്തിൽ തായ്വാന്റെ ലിൻ ചുനിയോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന 2 മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും കിങ്സ് 11 പഞ്ചാബിനും ജയം. 2ാം മത്സരത്തിൽ 209 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 4 റൺസിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെടുത്തിയത്. ചണ്ഡീഗഡിൽ നടന്ന ആദ്യ മത്സരത്തിൽ കിങ്സ് 11 പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. IPLൽ ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. വൈകിട്ട് 3:30 നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. അരുണാചൽ പ്രദേശിന്മേലുള്ള ചൈനയുടെ അവകാശവാദം യുക്തിരഹിതമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ്. BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർശന പരിശോധന നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരം. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും കിങ്സ് 11 പഞ്ചാബിനും ജയം. ഇന്നും 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.